ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഈവനിങ്ങിൽ ഉണ്ടാക്കുന്ന ചായക്കടീൻ്റെ വീഡിയോ തൊട്ട് പിറ്റേന്ന് ഉച്ച വരെയുള്ള കുക്ക് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വൈകുന്നേരത്തിൽ ഗോതമ്പ് ചോറാണ് വെക്കാൻ കരുതിയിട്ടുള്ളത്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് വെക്കാറുണ്ട്. ചില മില്ലിൽ നിന്ന് ഗോതമ്പിലെ തോല് കളഞ്ഞിട്ട് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഇതുപോലെ ഉരലിൽ തൊലി കളഞ്ഞെടുക്കലാണ് ചെയ്യൽ. 2-3 പ്രാവശ്യം കുത്തിയെടുത്തിട്ട് ഗോതമ്പിൻ്റെ തോല് കളഞ്ഞെടുക്കലാണ് ചെയ്യൽ. ഒരുപാട് കാലം പഴക്കമുള്ള ഒരു ഉരലാണ് ഇവിടെ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നോട്ട് ഉള്ളതാണ്. ഒരു 25 വർഷമൊക്കെ പഴക്കമുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ തോലൊക്കെ കളഞ്ഞെടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ നമ്മൾ ചോറ് വന്ന അടുപ്പത്ത് തന്നെ വെച്ചേക്കായിരുന്നു കേട്ടോ. ഒരുപാട് നേരം 2-3 മണിക്കൂറൊക്കെ വേകണമല്ലോ. അപ്പോൾ അങ്ങനെ ചോറ് വന്ന അടുപ്പത്ത് തന്നെ വെച്ചേക്കായിരുന്നു കേട്ടോ. അതൊക്കെ വെന്തെടുത്ത് തേങ്ങയൊക്കെ ചിരകിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അപ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. തേങ്ങ ചിരകിട്ട് കൊടുത്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് നെയ്യിലൊന്ന് ഉള്ളി കൊണ്ട് തൂമിച്ചെടുത്താണ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാര ഇട്ടാണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടത്. രാത്രിയൊക്കെ നമ്മൾ അടുപ്പത്തിട്ട് രാവിലെ എടുക്കണം. നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് നേരം അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ വേകണത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞാൻ ഇതൊന്നും കുക്കറിലൊന്നും വെക്കലുമില്ല. നമ്മൾ അടുപ്പത്ത് തന്നെയാണ് ഇതൊക്കെ ഞാൻ വെക്കൽ. ചോറ് വന്ന് വൈകുന്നേരത്തിന് കണിണ്ടാക്കുമ്പോൾ ചോറ് വന്ന് അടുപ്പത്ത് വെക്കലാണ്ടത്. അപ്പോൾ അതൊക്കെ തൂമിച്ചാണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം രാത്രിക്കത്തെ ചോറുണ്ണലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേന്നൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് കൊടുക്കേണ്ട കേക്കായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ ചോറുണ്ണലൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവിച്ച് കഴിഞ്ഞത് ചൂടാറാൻ വേണ്ടി ഫാനിൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുവച്ചിട്ട് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫാനിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ചൂടാറ്റിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അര-കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാട്ടത് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ പിറ്റേന്ന് പണിക്കാരും വീട്ടിൽ ചെറിയൊരു പണിക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഒക്കെ സെറ്റാക്കി വെച്ചത് കൊണ്ടു കൊടുക്കും വേണ്ടത്. ഡെലിവറി ചെയ്തിന് കേക്കായിരുന്നു. അപ്പോൾ ഇത് ഫൈനൽ കോട്ട് വരെ രാത്രി ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കിടന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് പണി എഴുതാനുള്ളത് മാത്രമേ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടി തീയൊക്കെ പിടിപ്പിച്ചെടുക്കാൻ കേട്ടോ. ഞാൻ ചായൻ്റെ കടികളൊക്കെ കൂടുതലും അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അത് ഇപ്പോഴായിട്ടല്ല, ആദ്യം അങ്ങനെ തന്നെയാണ്. ഗ്യാസിന് ക്ഷാമം വന്നിട്ടൊന്നുമല്ല കേട്ടോ അങ്ങനെ ചെയ്യണത്. അത് ആദ്യം അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ പുട്ടൊക്കെ ആണെങ്കിൽ മാത്രമേ ഗ്യാസ് മേൽ ഉണ്ടാക്കലുള്ളൂ. ബാക്കിയുള്ള ചായക്കടിയൊക്കെ ഇതുപോലെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് അരി അരച്ച്
ചട്ടി ചൂടാകുമ്പോഴത്തേന് അരി അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ കേട്ടോ ഫസ്റ്റ് തീ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അരിയൊക്കെ അരച്ച് മാവ് സെറ്റാക്കിയിട്ടിലേക്ക് അത് കുറച്ച് ഉപ്പ് അരിപ്പൊരു വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇവിടെ അപ്പം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞിട്ട് വേണം കേട്ടോ ചട്ടിയിൽ നിന്ന് കുറച്ച് നേരം നമ്മൾ അടപ്പൊക്കെ തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് മൊരിച്ചെടുക്കാനുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ അപ്പം ഇഷ്ടമുള്ളത്. നമ്മുടെ മോനും ചുണ്ടും പറഞ്ഞിട്ട് ഒന്ന് മാവ് ഒഴിച്ചു കൊടുത്താൽ ഉണ്ടത് ചട്ടിയിൽ. അപ്പോൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ആ അടുപ്പത്ത് പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കേക്കുമ്പോൾ പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് പേരൊക്കെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സുകൾ ഒരു കൂട്ടുകാരത്തിലെ ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള കേക്കാണ് ട്യൂഷൻ്റെ കുട്ടികളെ ഏൽപ്പിച്ചതായിരുന്നത്. അപ്പോൾ അത് ചുങ്കത്ര കൊണ്ടു കൊടുക്കും വേണം. ട്യൂഷന് കഴിയുമ്പോഴത്തേനും അവിടേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടത്. കേക്ക് 11 മണിയൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ കമ്പനിയിൽ പോയിട്ട് കേക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ കമ്പനിയിൽ പോയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ബട്ടർഫ്ലൈൻ്റെയൊക്കെ കേക്കിൻ്റെ കമ്പനിയില്ലേ, വെളിച്ചെണ്ണ കമ്പനിയിൽ അവിടെ കേക്കിൻ്റെ ഐറ്റംസ് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മീനൊക്കെ ഒന്ന് കായം കൂട്ടി വെച്ചിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മോര് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.